ലൈഫ് സ്റ്റൈൽ ഇൻഫ്ലേഷൻ ഒരു പ്രശ്നമല്ലേ? സ്വാഭാവികമായിട്ടും ഒരു ആൾ ഇവിടുന്ന് പ്രവാസ ജീവിതത്തിലേക്ക് അല്ലെങ്കിൽ ഒരു അറബ് കൺട്രിയിലേക്ക് പോയി കഴിഞ്ഞാൽ വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ അവരുടെ വീട് മാറും, അവരുടെ വീട്ടിലെ അവസ്ഥകൾ മാറും, അവരുടെ ലൈഫ് പെട്ടെന്ന് തന്നെ ഒന്ന് ഇൻഫ്ലേറ്റ് ആവും, സോഷ്യൽ സ്റ്റാറ്റസ് കൂടും, എക്കണോമിക് സ്റ്റാറ്റസ് കൂടും. അപ്പോൾ വൺസ് ഇത് ഇൻഫ്ലേറ്റഡ് ആയി കഴിഞ്ഞാൽ പിന്നെ ഇത് താഴോട്ട് പോകാൻ പറ്റില്ല. സോഷ്യൽ സ്റ്റാറ്റസിന്റെ ഗ്രാഫ് മേലോട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ അത് താഴോട്ട് കൊണ്ടുവരാൻ പറ്റില്ല. അപ്പോൾ ഈ ലൈഫ് സ്റ്റൈൽ ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത് ശരിക്കും പ്രധാനമായിട്ടുള്ള ഒരു ഘടകമല്ലേ? ഡെഫിനറ്റ്ലി 100% നോ ഡൗട്ട് എല്ലാ പ്രവാസികളുടെ ഫാമിലിയിലും നടക്കുന്ന ഒരു കാര്യമാണ്. ഒരാൾ ഒരു വീട്ടിൽ നിന്ന് ഒരു പ്രവാസി ആയി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി അവൻ്റെ വീട്ടിലെ എല്ലാ കാര്യങ്ങളും, ഈവൻ വീട്ടിൽ പോർച്ചിൽ നിർത്തിയിടുന്ന കാർ വരെ മാറും. ഇപ്പം നമ്മുടെ നാട്ടിലൊക്കെ ഉള്ള ഈ വലിയ വലിയ വീടുകളൊക്കെ പ്രവാസികളാണ് ആക്ച്വലി ഇങ്ങനെയൊക്കെ ഒരു വീടുകളൊക്കെ ഉണ്ടാവാനുള്ള കാരണം. നമ്മുടെ നാട്ടിൽ ഈ ഓട് വീടൊക്കെ മാറിയിട്ട് ടെറസിട്ട വീടൊക്കെ വരാൻ കാരണം ഐ ഗസ് നമ്മുടെ നാട്ടിലെങ്കിലും അറ്റ്ലീസ്റ്റ് ഒരു 80s ശേഷമുള്ള GCCയിലേക്കുള്ള കുടിയേറ്റം കാരണമാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ ഇത് ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യാണ്, ഇതിനോടനുബന്ധിച്ചിട്ട് ഇവർക്കൊരു ചെലവും കാര്യങ്ങളും വരുന്നത് കാരണം പിന്നെ അതിലങ്ങനെ പിടിച്ചു നിൽക്കൽ നിർബന്ധമാണ്. ഇതൊരു റേസായിട്ട് മാറിക്കഴിയാണ്. മറ്റുള്ളവൻ്റെ മുന്നിൽ താവാൻ വഴിയ, കുടുംബത്തിൻ്റെ മുന്നിൽ താവാൻ പിന്നെ ഞാനൊരു അത്താണിയാണ് എന്നുള്ള രീതിയിൽ സ്വയം അങ്ങോട്ട് കത്തിത്തീരുക. മറ്റുള്ളവർക്ക് വെളിച്ചം കാണിക്കാൻ വേണ്ടിയിട്ട് ഒരു മെഴുകുതിരിയായിട്ട് ഈ പ്രവാസി സ്വയം കത്തിത്തീരുക എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്.